കോഴിക്കോട് സ്വദേശി ദീപക് എന്നൊരു ചേട്ടൻ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവോ? കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും, എന്നെ പോലെ നിങ്ങളെല്ലാവരും കണ്ട ഒരു വീഡിയോ ആയിരിക്കും. ഒരു പെൺകുട്ടി ബസ്സിൽ വച്ച് അവളെ ഈ പറയുന്ന ദീപക് എന്ന വ്യക്തി ലൈംഗിക ചുവയോടെ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി തന്നെ ചിത്രീകരിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായി പ്രചരിച്ചിരുന്നു. വ്യാപകമായി, അതായത് എനിക്ക് തന്നെ 3-4 പേര് ഷെയർ ചെയ്ത് തന്നിരുന്നു. വ്യാപകമായി ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു. ആ വ്യക്തി, ഞാൻ ആ വീഡിയോ കണ്ടതിൽ ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ പുള്ളിയെ വളരെ ഒരു മോശം വ്യക്തിയായിട്ട് ചിത്രീകരിച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത്, പല ആംഗിളുകളിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ വ്യക്തിയെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിച്ചു. അത്രയും അപമാനഭാരത്തോടെ, അത്രയേറെ വിഷമത്തോടെ ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയെ കൊന്നു എന്ന് തന്നെ പറയാം. ആര് കൊന്നു? എന്നെയും നിങ്ങളെയും പോലെയുള്ള ഓരോ ആളുകളും ഇത് ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്ത, അയാൾ ഒരു ആണാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അയാൾക്കെതിരെ നിന്ന് സംസാരിച്ചത് ഒരു പെണ്ണാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാളെ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തി. അയാളുടെ ഭാഗം കേൾക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ ആരുമില്ല. അയാൾ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഓർഡർ എടുത്തത് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. ആ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അറിയാം അയാൾ അതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇതുപോലെ എത്ര ആളുകൾ. എനിക്ക് ചേട്ടാ, നിങ്ങളോട് എനിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ കുറച്ച് ധൈര്യത്തോടെ നിൽക്കണമായിരുന്നു. നിങ്ങൾ കുറച്ച് ധൈര്യത്തോടെ ഈ നാട്ടിൽ നിൽക്കണമായിരുന്നു. ആര് നിങ്ങളെ തള്ളി പറഞ്ഞോട്ടെ. ആ ന്യൂസ് കേൾക്കുമ്പോൾ അതിനകത്ത് അയാളുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അയാൾ ജോലി ചെയ്ത സ്ഥാപനത്തിന് ആളുകൾ പറയുന്നു, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, അയാൾ അങ്ങനെ ഒരു വ്യക്തിത്വം ഉള്ള ഒരാളല്ല, അയാൾ അങ്ങനെ ഒരു മോശം സ്വഭാവമുള്ള ഒരാളല്ല എന്ന് പറയുന്നു. നിങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ച പെൺകുട്ടി, നീ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. നിനക്കിനി ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കുറെ ആളുകളുണ്ട്, ഇവിടെ കുറെ കൊച്ചമ്മമാരും, ഇവിടെ കുറെ ഫെമിനിസ്റ്റ് ആളുകളും ഉണ്ട്. ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റുന്ന വാക്കുകളല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇവിടെ കുറെ ഫെമിനിസ്റ്റുകളുണ്ട്. എന്തെങ്കിലും ഒരു സാധനം ഒരുത്തി റീച്ചിന്, കഴിഞ്ഞ ആഴ്ച ഒരുത്തി ഉണ്ടായിരുന്നു, ഒരു കൊട്ടാരക്കര ഒരാള് ബസ്സിൽ, KSRTC ബസ്സിൽ ലൈംഗികമായി അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ, ഈ റീച്ചിന് വേണ്ടി അല്ലാതെ നിങ്ങൾ ഇതുപോലത്തെ തെറ്റായ സാധനങ്ങൾ ചെയ്യുമ്പോണ്ടല്ലോ, യഥാർത്ഥത്തിൽ ലൈംഗികാതിക്രമം അനുഭവിച്ചവർക്ക് വരെ സപ്പോർട്ട് ഇല്ലാതാവും. നിങ്ങൾ ഈ റീച്ചിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടി കാണിച്ചു കൂട്ടുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ലൈംഗിക അതിക്രമം നടന്നാൽ പോലും അവരുടെ കൂടെ നിൽക്കാൻ ആളുകൾ മടിക്കും. ഇപ്പോൾ ആണുങ്ങൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ള ആണുങ്ങൾക്ക് പേടിയാണ് ബസ്സിലോ അല്ലെ പൊതുവിടത്തിലോ അല്ലെ ആള് കൂടുന്ന സ്ഥലത്തോ പോകാൻ പേടിയാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് ചിത്രീകരിച്ചിടുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് പരാതിപ്പെടാം, അത് അന്വേഷിച്ച് തെളിവുകൾ ഉൾപ്പെടെ പിടിക്കട്ടെ. പക്ഷെ ഇമാതിരി പോക്കൃത്തരവും തന്തയിലാഴിയും കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം. ഇമാതിരി പോക്കൃത്തരം, അങ്ങനെ തന്നെ പറയണം. റീച്ചിന് വേണ്ടി, സോഷ്യൽ മീഡിയയിലുള്ള റീച്ചിന് വേണ്ടി ഒരാളെ കൊന്നെന്ന് തന്നെ പറയട്ടെ. ഈ നാട്ടിലെ നിയമം സ്ത്രീകൾക്ക് വേണ്ടി ആണ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും അഹങ്കാരത്തോടെ നിങ്ങൾ പെരുമാറുന്നത്. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നുണ്ട്. അതിന് വേണ്ട രീതിയിലുള്ള നിയമങ്ങൾ വേണം, നിങ്ങൾക്ക് വേണ്ട നിയമപരിരക്ഷ എല്ലാം വേണം. പക്ഷേ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവരാണ് കൂടുതലും. 90% ഈ നിയമത്തെ, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമത്തെ, ആ വകുപ്പുകളെ ദുരുപയോഗം ചെയ്ത് ആണുങ്ങളെ സമൂഹത്തിൽ നാണം കെടുത്തി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലുള്ള പരിപാടി കാണിക്കുന്ന പെണ്ണുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ കിട്ടുന്ന സപ്പോർട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ ഈ നാട്ടിലെ നിയമം ഉണ്ടാക്കുന്നവരോട് എനിക്കുള്ളൊരു അപേക്ഷ, സ്ത്രീകൾക്കുള്ള അതേ പരിരക്ഷ പുരുഷന്മാർക്കും കിട്ടണം. അതേ പരിരക്ഷ കിട്ടണം. ഇക്വാലിറ്റി പറയുന്നവർക്ക് ഇതും കൂടെ ആവട്ടെ, ഈ ഇക്വാലിറ്റിയും കൂടെ വരട്ടെ. സ്ത്രീകൾക്ക് കിട്ടുന്ന അതേ പരിരക്ഷ, നിയമപരിരക്ഷ പുരുഷന്മാർക്കും കിട്ടണം. ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരെ ഞാൻ ബഹുമാനിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്, ഇതുപോലുള്ള കാര്യം കൊണ്ടാണ്. എന്തുകൊണ്ട് മെൻസ് അസോസിയേഷന് വേണ്ടി സംസാരിക്കുന്നവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെയിൻ കാര്യം ഇതാണ്. ഞങ്ങൾക്ക് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ഈ നാട്ടിൽ ആള് വേണം. പുരുഷന്മാർക്ക് വേണ്ടിയും സംസാരിക്കാൻ ഈ നാട്ടിൽ നിയമം വേണം, ആളുകൾ വേണം, മെൻസ് അസോസിയേഷൻ വേണം, ഉറപ്പായിട്ടും വേണം. കാരണം ഈ ഉണ്ടാക്കുന്ന പല കേസുകളും വ്യാജമാണ്. അത് വളരെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വകാര്യ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കേസുകളാണ് പലതും. ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ ചേട്ടാ, ദീപക് ചേട്ടാ, മാപ്പ്. കാരണം ഞാനും ഈ സമൂഹത്തിലുള്ള ഓരോരുത്തരുമാണ് നിങ്ങളുടെ മരണത്തിന് ഉത്തരവാദികൾ. കാരണം നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു നിമിഷം മുന്നേ കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ജഡ്ജ് ചെയ്യാതിരുന്നിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കേണ്ട മനുഷ്യനാണ്.